അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജുനിപ്പർ ഡിവൈസിൽ VLAN കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, VLAN എന്ന് പറഞ്ഞാൽ വെർച്വൽ ലാനാണ്. ഓക്കെ, അതായത് ഒരു ഫിസിക്കൽ ലാനിനെ നമുക്ക് വെർച്വലി മൾട്ടിപ്പിൾ ലാൻസ് ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ബ്രോഡ്കാസ്റ്റ് ഡൊമൈനിനെ നമുക്ക് മൾട്ടിപ്പിൾ ഐസൊലേറ്റഡ് ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് VLAN യൂസ് ചെയ്യുന്നത്. VLAN എന്ന് പറഞ്ഞ ഒരു ലെയർ 2 ഫങ്ഷനാണ്. അതുപോലെ VLAN യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് മാനേജ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും പിന്നെ അതുപോലെ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് ജസ്റ്റ് എങ്ങനെയാണ് VLAN കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ജുനിപ്പർ ഡിവൈസിൽ VLAN കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഈ ഡിവൈസിൻ്റെ അകത്ത് ഈ സ്വിച്ചിൻ്റെ അകത്ത് നമുക്ക് ഉള്ള VLAN ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഷോ VLANs. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഒറ്റ VLAN ഉള്ളൂ, ഡീഫാൾട്ട് എന്ന് പറയുന്ന VLAN ID 1 ആണ്. ജസ്റ്റ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൺ ഷോ VLANs. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ VLANs. ഓക്കെ, ഒറ്റ സിംഗിൾ VLAN ഉള്ളത്. VLANൻ്റെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്, ഡീഫാൾട്ട് VLAN ID ഇവിടെ കാണിക്കുന്നുണ്ട് 1. ഓക്കെ, പിന്നെ അതുപോലെ ഏതൊക്കെ ഇൻ്റർഫേസിന് അറ്റാച്ച്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഡീഫാൾട്ട് VLAN ആയതുകൊണ്ട് തന്നെ ബൈ ഡീഫാൾട്ട് ഈ സ്വിച്ചിലുള്ള എല്ലാ ഇൻ്റർഫേസും ആ VLANൻ്റെ അകത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു VLAN കോൺഫിഗർ ചെയ്യാം. അതുപോലെ നമുക്കൊരു ഇൻ്റർഫേസിനെ അതിലേക്ക് അസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് VLANs ഈ VLAN നെയിം ഞാനിവിടെ VLAN 10 തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, VLAN നെയിം 10 തന്നെ കൊടുത്ത് VLAN 10 തന്നെ കൊടുത്ത് ഇനി VLAN ID കൊടുക്കണം. VLAN ID. ഓക്കെ, VLAN ID ഞാൻ ജസ്റ്റ് 10 തന്നെ കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു VLAN ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്. അതായത് സെറ്റ് VLANs നെയിമാണ് VLAN 10 എന്ന് കാണിക്കുന്നത്. പിന്നെ അതുപോലെ VLAN ID ഞാനിവിടെ 10 തന്നെ കൊടുത്ത്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് കമ്മിറ്റ്. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അതായത് റൺ ഷോ VLANs. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം പുതിയൊരു VLAN അസൈൻ ആയത്. അതായത് ഈ VLAN ഡീഫാൾട്ട് മാത്രമല്ല ഉള്ളത്, VLAN 10 അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത VLAN 10 ഇതിൽ അസൈൻ ആയിട്ടുണ്ട്. പക്ഷേ ഈ VLAN 10ൻ്റെ അകത്ത് ഒറ്റ ഇൻ്റർഫേസും അസൈൻ ചെയ്തിട്ടില്ല. നമുക്കൊരു VLANലേക്ക് ഒരു ഇൻ്റർഫേസ് കൂടെ അസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് സെറ്റ് ഇൻ്റർഫേസ് GE0/ നമ്മൾ അസൈൻ ചെയ്യാൻ പോണ ഇൻ്റർഫേസിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു 10 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് കൊടുക്കുക. 10 യൂണിറ്റ് 0 ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ്. ഇനി VLAN മെമ്പർ അസൈൻ ചെയ്യുക, ഏത് VLANലാണോ എന്നുള്ളത്. VLAN മെമ്പർ ഞാനിവിടെ അപ്പോൾ നമുക്ക് അസൈൻ ചെയ്യേണ്ടത് VLAN 10ലേക്കാണ്. അപ്പോൾ VLAN 10. ഓക്കെ, ഇനി ഒന്ന് കമ്മിറ്റ് കൊടുക്കാം. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെയിം കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. റൺ ഷോ VLANs. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഡീഫാൾട്ട് VLAN, അതുപോലെ നമ്മുടെ VLAN ടാഗ്. പക്ഷേ ഇതിൽ നോക്കിയാൽ കാണാം 10 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 10 എന്ന് പറയുന്ന ഇൻ്റർഫേസ് നമ്മുടെ ഈ VLAN 10ലേക്ക് അസൈൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു VLAN ജുനിപ്പർ ഡിവൈസിൽ കോൺഫിഗർ ചെയ്ത VLANലേക്ക് ഒരു ഇൻ്റർഫേസ് നമ്മൾ അസൈൻ ചെയ്യുന്നു.